ഹായ് ഗൈസ്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം ഫസ്റ്റ് സെമസ്റ്ററിലെ ഡയമെൻഷൻസ് ആൻഡ് മെത്തഡോളജി ഓഫ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻസ് 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മൊഡ്യൂൾ 2 ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള മൊഡ്യൂളാണ് മൊഡ്യൂൾ 2. നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട മൊഡ്യൂളാണ്. അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്ത് ചെയ്യുക, ഞാനിവിടെ കൊടുത്തേക്കുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക. ഞാൻ എല്ലാ മൊഡ്യൂൾസിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റ് എല്ലാ മൊഡ്യൂൾസിലെയും ഏറ്റവും ലാസ്റ്റ് ബോൾഡായിട്ട് കൊടുത്തേക്കുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. 50 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ കഴിഞ്ഞ എക്സാംസിനൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ നമുക്ക് ഇനി ഒരു എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഞാനിവിടെ കൊടുത്തേക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചിട്ട് പോവാം. അതേപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു സബ്ജക്റ്റിൽ തിയറി പേപ്പർ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. കുറച്ച് എഴുതിയാൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പാടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല നീറ്റായിട്ടൊക്കെ എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, ഡെഫിനിഷനും മീനിങ്ങും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ പഠിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാ മൊഡ്യൂൾസിലെയും ആ ടോപ്പിക്സ് പഠിക്കണം. അതേപോലെ തന്നെ 5 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉള്ള എല്ലാ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസൊക്കെ പ്രീവിയസ് എക്സാമിനൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണിത്. അപ്പോൾ എല്ലാം പഠിച്ചിട്ട് പോവുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഈസിയാണ്, എല്ലാവർക്കും പാസ്സാകാൻ പറ്റും. എന്ത് ചെയ്യുക, നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അതേപോലെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, എഴുതാണ്ടിരിക്കരുത്, എല്ലാവരും അറ്റൻഡ് ചെയ്യണം.